കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി വീണ്ടും ശശി തരൂർ MP. പറക്കാൻ ആരോടും അനുവാദം ചോദിക്കേണ്ട, ചിറകുകൾ നിന്റേതാണ്. ഇങ്ങനെയാണ് തരൂർ എക്സിൽ കുറിച്ചത്. ഡോണ്ട് ആസ്ക് പെർമിഷൻ ടു ഫ്ലൈ എന്ന എഴുത്തുകാരി അന്ന ഗുക്കറിന്റെ പുസ്തകം പങ്കുവച്ചുകൊണ്ടാണ് വിമർശനം. തരൂരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് തരൂരിന്റെ എക്സ്പോസ്റ്റ് എന്നതും ശ്രദ്ധേയമാണ്. PR സുനിൽ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് PR സുനിൽ. ചിറകുണ്ട്, പറക്കും. ചിറകരിഞ്ഞാൽ പറക്കില്ല, അതാണല്ലോ സാധാരണഗതിയിൽ നടക്കേണ്ടത്. ഇവിടെ ചിറകു വിരിച്ച് തരൂർ എങ്ങോട്ടാണ് പറക്കുന്നത് സുനിൽ? ഗുഡ് ഈവനിംഗ് സുജി. ഏതായാലും ശശി തരൂർ രണ്ടും കൽപ്പിച്ചാണ് എന്ന് നമുക്ക് ഈ പോസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാകും. ഏതായാലും അല്പസമയം മുമ്പാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രവർത്തക സമിതി അംഗം KC വേണുഗോപാലും ഒക്കെ ശശി തരൂരിന് ശക്തമായ സന്ദേശം നൽകിക്കൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തിയത്. ഇന്ന് ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തരൂരിന്റെ ഇംഗ്ലീഷ് തനിക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. മോദിയെ സ്തുതിക്കുന്ന, മോദിയെ പുകഴ്ത്തുന്ന തരൂരിന്റെ ഇംഗ്ലീഷ് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പരാമർശം. തരൂർ എന്താണ് പറയുന്നത് എന്ന് തരൂർ തന്നെ പരിശോധിക്കണം എന്നുകൂടി മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് കൃത്യമായ ബോധം ഒരാൾക്ക് വേണം എന്നതായിരുന്നു തരൂരിന്റെ ഈ ഒരു മോദി സ്തുതിയെക്കുറിച്ച് KC വേണുഗോപാൽ പറഞ്ഞത്. ഏതായാലും ആ ശക്തമായ പരാമർശങ്ങൾക്ക് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ എക്സിൽ തരൂർ ഇതുപോലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പറക്കാൻ ആരുടെയും അനുമതി വേണ്ട, ചിറകുകൾ തൻ്റേതാണ്, ആകാശം ആരുടെയും കുത്തകയല്ല എന്നതാണ് തരൂരിന്റെ ഈ ഒരു പോസ്റ്റിലൂടെ തരൂർ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം. തീർച്ചയായും കോൺഗ്രസ് നേതൃത്വത്തിലുള്ളവർക്ക് തന്നെയുള്ള ഒരു സന്ദേശമാണ്. ഇനിയിപ്പോൾ തരൂരായതുകൊണ്ട് തരൂരിന്റെ വാക്കുകളെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, നേരത്തെ എഴുതിയ ഒരു ലേഖനമൊക്കെ ഓർമ്മയുണ്ടാകുമല്ലോ. ലേഖനമല്ല, അഭിമുഖം. ആ അഭിമുഖത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്നീട് ഒരു സൂപ്പർ ഹിറ്റ് ന്യായീകരണമൊക്കെ ഇറക്കിയതാണ്. ഞാൻ നോക്കുകയായിരുന്നു ഈ ഡോണ്ട് ആസ്ക് പെർമിഷൻ ടു ഫ്ലൈ എന്ന് പറയുമ്പോൾ അതിന് തൊട്ടുമുൻപ് ശുഭാൻശു ശുക്ല ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിക്കൊണ്ടുള്ള ടീം ബഹിരാകാശത്തേക്ക് പോയിട്ടുണ്ട്. ഇനി ആ പറക്കലൊന്നും ആയിരിക്കില്ലല്ലോ അല്ലേ? ഏതായാലും അതിനുള്ള സാധ്യതയില്ല. തീർച്ചയായും ഈ ഒരു പരാമർശം, ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും ഒപ്പം തന്നെ KC വേണുഗോപാലിന്റെയും ഒക്കെ തന്നെ പരാമർശം ദേശീയ മാധ്യമങ്ങളിൽ അടക്കം വലിയ ചർച്ചയാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അല്പം മുമ്പ് ശശി തരൂർ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും മറ്റ് വിഷയങ്ങളിലേക്ക് ആകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ഏതായാലും ശശി തരൂരിന്റെ ഈ പോസ്റ്റ് വലിയൊരു സന്ദേശമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതൊരു വിവാദ പോസ്റ്റായി തന്നെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. കോൺഗ്രസിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പറക്കാൻ ഉദ്ദേശിക്കുന്നതാണോ, അതോ കോൺഗ്രസ് ആരുടെയും കുത്തകയല്ല എന്ന് ശശി തരൂർ പറയാൻ ശ്രമിക്കുന്നതാണോ എന്ന കാര്യം നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും പിടികൊടുക്കാൻ തയ്യാറല്ല, കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു നിലപാടുകൾ അംഗീകരിക്കാൻ തയ്യാറല്ല, ഈ ശാസനകൾ അംഗീകരിക്കാൻ തയ്യാറല്ല, താൻ തൻ്റെ വഴിക്ക് പോകും എന്ന നിലപാട് ആവർത്തിച്ച് ശശി തരൂർ പറയുകയാണ്. ഏതായാലും മോദി സ്തുതി സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ വലിയ അതൃപ്തിയാണ് ശശി തരൂരിനെതിരെ തുടരുന്നത്. പക്ഷേ അതപ്പോഴും തുറന്നു പറയാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറാകുന്നില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ഏതായാലും ഇന്ന് കുറച്ചുകൂടി കടന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ തന്നെ തരൂരിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇന്ന് രംഗത്ത് വന്നത്. ഏതായാലും അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതായി വിലയിരുത്തണം. ഈ അന്ന ഗോക്കറിന്റെ പുസ്തകത്തിന്റെ ഉള്ളടക്കം കൂടി PR സുനിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു പോയാൽ കുറച്ചുകൂടി പ്രേക്ഷകർക്ക് അത് കാര്യം മനസ്സിലാകും. അന്ന ഗോക്കറിന്റെ ഈ പുസ്തകത്തിന്റെ അർത്ഥം എന്റെ ഉള്ളിലുള്ള കഴിവ്, അതായത് ആ പുസ്തകം ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അന്ന ഗോക്കറിന്റെ ആ പുസ്തകത്തിലുള്ളത് എന്റെ ഉള്ളിൽ എനിക്കുള്ള കഴിവ് എത്രയാണെന്ന് നീ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിവ് എനിക്ക് യഥാർത്ഥത്തിലുണ്ട്. അത് ശശി തരൂർ സ്വന്തം ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതും ആകാം. അന്ന ഗോക്കറിന്റെ ആ പുസ്തകത്തിലെ ഈ കോട്ട് തന്നെ ഉപയോഗിച്ചത്, ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ശശി തരൂർ രണ്ടും കൽപ്പിച്ചാണ് എന്ന് ഉറപ്പിക്കാവുന്ന ഒരു പോസ്റ്റായി ഇതിനെ നമുക്ക് രാഷ്ട്രീയമായി കണ്ടുകൂടെ? തീർച്ചയായും സുജ, നേരത്തെ തന്നെ ശശി തരൂർ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം തൻ്റെ കഴിവുകൾ കോൺഗ്രസ് പാർട്ടി പ്രയോജനപ്പെടുത്തുന്നില്ല എന്നതായിരുന്നു തരൂരിൻ്റെ ഒരു നേരത്തെയുള്ള ഒരു പരാതി. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനൊക്കെ തന്നെ തരൂരിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു തൻ്റെ ആഗ്രഹം, ആ ഒരു സാധ്യത കോൺഗ്രസ് പ്രയോജനപ്പെടുത്തിയില്ല എന്നൊരു പരാതി നേരത്തെ പരസ്യമായി ഉന്നയിച്ചിട്ടുണ്ട് ശശി തരൂർ അഭിമുഖത്തിൽ. അപ്പോൾ അങ്ങനെയൊരു ആഗ്രഹം ശശി തരൂരിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ തന്നെ പ്രയോജനപ്പെടുത്തുന്നില്ല, തന്നെ ആവശ്യത്തിന് പാർട്ടി ഉപയോഗിക്കുന്നില്ല, പ്രത്യേകിച്ച് നിലമ്പൂരിലടക്കം തന്നെ വിളിച്ചില്ല എന്നൊക്കെയുള്ള പരാതികളുണ്ട്. ഏതായാലും ആ പരാതികൾ ഈ ഒരു വാക്കുകളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലൂടെ ശശി തരൂർ പ്രകടിപ്പിക്കുകയാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാവുന്നതാണ്. പക്ഷേ തരൂർ എങ്ങോട്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഈ ഘട്ടത്തിൽ. ഏതായാലും നേതൃത്വത്തോട് വഴങ്ങാൻ താൻ തയ്യാറല്ല എന്ന്
ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് കൂടിയാണ് ശശി തരൂരിന്റെ ഈ ഒരു പോസ്റ്റ് എന്നത്. തീർച്ചയായും കോൺഗ്രസ് നേതൃത്വത്തിന്റെ വലിയ അതൃപ്തി നിലനിൽക്കുമ്പോൾ തന്നെ തളയ്ക്കാൻ ആരും വരേണ്ടതില്ല എന്ന് ഈ ഒരു പോസ്റ്റിലൂടെ ശശി തരൂർ പറയുമ്പോൾ ഇതിനി എങ്ങോട്ടാണ് എന്ന സംശയം തീർച്ചയായും ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ തന്നെ കൗതുകമായി നിലനിൽക്കുകയാണ്. വലിയ തോതിൽ ശശി തരൂരിന്റെ ഈ പോസ്റ്റും ഇപ്പോഴത്തെ നീക്കവും ഒക്കെ തന്നെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ശശി തരൂർ റഷ്യയിലാണുള്ളത്. ഇന്നൊരു പക്ഷേ അദ്ദേഹം ദില്ലിയിൽ തിരിച്ചെത്തിയേക്കും. നാളെ അദ്ദേഹത്തിന്റെ നീക്കം എന്താണെന്നൊക്കെ അറിയാൻ കാത്തിരിക്കാം സുജി.